അപ്പോൾ ഇതാണ് നിങ്ങളെല്ലാം ധാരാളം വ്ളോഗുകൾ കണ്ടിരിക്കുന്ന ആ വാഹനം. ഇത് ഭാഗ്യലക്ഷ്മി എന്നുള്ളത് എന്താ ഒരു ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നത്? അത് പണ്ട് മഹാരാഷ്ട്ര വണ്ടി ഉണ്ടായിരുന്നു, അന്നേരം അതിൽ എഴുതിയിരുന്ന അതേപോലെ എഴുതിയെന്നുള്ളൂ. AIP എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ പെർമിറ്റ് അല്ലേ? ഈ നമ്പറിൽ വിശ്വാസം വല്ലതും ഉണ്ടോ? വെച്ച് വിശ്വാസമൊന്നുമില്ല. പിന്നെ മിക്കവാറും ഫാൻസി നമ്പർ എടുക്കുന്നത്. അതൊരു വിശ്വാസം വെച്ചിട്ടൊന്നുമല്ല, രസമല്ലേ, എല്ലാം ഫാൻസി നമ്പറാകും. അപ്പോൾ രാവിലെ വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥന തൊട്ട് തൊഴുത് അങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? ഏതാ ഇഷ്ടദൈവം? ഏറ്റുമാനപ്പനായിരിക്കുമല്ലോ. അയ്യപ്പനാണോ? ഏറ്റുമാനൂർ എന്നാണ് പറഞ്ഞത്, അയ്യപ്പനെ ഇഷ്ടം കേട്ടോ. ആണല്ലേ? ഓരത്തോട് ബന്ധമാണത്. ഇവരുടെ മറ്റേ ഇടവക. അതെ. അപ്പോൾ ഇതിൽ വാണിംഗ് CCTV സർവൈലൻസ് എഴുതിക്കുന്നത് എന്താണ്? ഇതിൻ്റെ അകത്തുള്ള ക്യാമറ 4 വെളിയിലുണ്ട് ആണല്ലേ? ഇത് ക്യാമറ, ഇത് ക്യാമറ, ഇത് പിന്നെ ബാക്കിലുണ്ട്. ശരി. അപ്പോൾ അത് നമ്മുടെ ഫോണിൽ കണക്റ്റഡ് ആണ്? അല്ല, ഫോണിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇതൊക്കെ ഒരു പുതുമയാണല്ലേ? പൊതുവെ ട്രക്കിൽ അങ്ങനെ കുറവില്ല. അതുപോലെ ഈ ടയറൊക്കെ എത്ര കാലം കിട്ടും? ടയറൊക്കെ ഒരു 1,00,000, 1,10, 1,20 കിട്ടും. നമ്മൾ പിന്നെ ഓടുന്ന ലോഡിനനുസരിച്ചിരിക്കും, വഴി അനുസരിച്ച്. നമ്മളിപ്പോൾ ലോങ് ഓടുന്നതുകൊണ്ട് 1,00,000 കിലോമീറ്റർ മുകളിൽ കിട്ടും. രതീഷ് ഒറ്റയ്ക്ക് ടയർ മാറ്റുമോ? പറ്റും. പിന്നെ ജലജ എന്തായാലും നേരെ മാറ്റിയേക്കുന്നു. എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കൊരു കാറിന്റെ വല്ലതും മാറ്റാൻ പറ്റൂല. അല്ല, ഞങ്ങൾ ഒരു ട്രിപ്പ് പൂനെ പോയിട്ട് വന്നപ്പോൾ 18 പ്രാവശ്യമൊക്കെ ടയർ മാറിയിട്ടുണ്ട്. മാറിയ ഒരു കാലം ഉണ്ടായിരുന്നു. അങ്ങനത്തെ ടയർ, അങ്ങനത്തെ വണ്ടിയായിരുന്നു. പൊട്ടുമ്പം ചിലപ്പോൾ 2 ഒരുമിച്ചൊക്കെ ആയിരിക്കും പൊട്ടുന്നത്, ഒരു സൈഡ് മൊത്തം താഴോട്ട്. അപ്പോൾ ആദ്യമൊക്കെ കുറേ കാലം ഉപയോഗിച്ച മറ്റ് കമ്പനികളുടെ ട്രക്കായിരുന്നല്ലോ. അതിനുശേഷം ഭാരത് ബെൻസിലേക്ക് വന്നപ്പോൾ എന്താണ് വലിയൊരു മാറ്റം ഫീൽ ചെയ്തത്? വലിയൊരു മാറ്റം തന്നെയാണ്. ആണല്ലേ? ഇപ്പോൾ ക്യാബിന് AC ഉള്ള ക്യാബിന്, അതൊന്നും AC ഉള്ള വണ്ടികളില്ലല്ലോ. AC ക്യാബിന്, പിന്നെ ഓടിക്കാൻ സുഖം, പിന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഈ ശരിക്കും പറഞ്ഞാൽ AC ഒരു വലിയ ഘടകമാണ് ഇത്രയും പോകുന്നതിൻ്റെ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും. ഇപ്പം ജലജയ്ക്കാണല്ലോ ഇത്രയും വരാൻ പറ്റുന്നത് AC ഉള്ള വണ്ടി ആയതുകൊണ്ടും ഇത്രയും ദിവസം ആയാലും ഒക്കെ നമുക്ക് വലിയ ക്ഷീണമില്ലാതെ. അമ്മയൊക്കെ ആണെങ്കിലും വന്നത് AC ഉള്ള വണ്ടി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ മടുത്തു പോകും. ഇതിപ്പോൾ എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. ഇതൊരു കിച്ചൺ ആണല്ലേ? അതൊന്ന് തുറന്ന് കാണിക്കാമോ? ഇപ്പം ഇതിനകത്ത് എലിയും പാറ്റയൊക്കെ ആണോ? അല്ലല്ല, ഇപ്പൊ വണ്ടി ടെസ്റ്റിംഗ് ആയിരുന്നു. ടെസ്റ്റിംഗ് കഴിഞ്ഞുകൊണ്ട് ഇതിനകത്ത് സാധനങ്ങളൊന്നുമില്ല. ഇത് ശരി, സാധനം എല്ലാം പെറുക്കി വെച്ചിട്ട് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടേ. അപ്പോൾ നിങ്ങളുടെ വ്ളോഗ് കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും നിങ്ങളുടെ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും അത് കാണാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് സാധാരണ ഫുഡ് ഉണ്ടാക്കുന്നത് യാത്രയിൽ? ഉപ്പുമാ ഉണ്ടാക്കും, ചോറ് വയ്ക്കും, പിന്നെ നോൺ വെജ് ഉണ്ടാക്കും, വെജ് ഉണ്ടാക്കും, കപ്പ വേവിക്കും, മീൻ വറക്കും, ചെണ്ടക്കപ്പയും കൊത്തി എറിഞ്ഞും എല്ലാം. സഞ്ചരിക്കുന്ന കേരള ഹോട്ടലാണ്. അങ്ങനെ എല്ലാം ഉണ്ടാക്കും. ചിക്കന്, മട്ടന്, ഫിഷ്, പിന്നെ അല്ലാതെ വെജിറ്റബിൾ കറികൾ എല്ലാം വെക്കും. അപ്പോൾ നിങ്ങൾ ഈ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്ന സമയത്ത് എല്ലാ സംസ്ഥാനത്തെ ഫുഡ് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അവിടെ അധികം പോയി, അത് വലിയ ഫുഡിനോട് ഞങ്ങൾക്ക് അങ്ങനെ, അവിടെ നമ്മൾ കേരള ഫുഡ് തന്നെ ഇഷ്ടം. അതുകൊണ്ട് അവിടെയുള്ള കടകളിൽ പോയി അങ്ങനെ അധികം കഴിക്കാറില്ല. വല്ലപ്പോഴും കുറച്ചൊക്കെ കഴിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയൊരു പ്രശ്നം നമുക്ക് ആലോചിച്ചറിയാം, സ്ത്രീകളെ സംബന്ധിച്ച് ടോയ്ലറ്റ് ഫെസിലിറ്റിയാണ്. ഇന്ത്യയിൽ എവിടെ പോയാലും കുഴപ്പമാണ്. കേരളത്തിലൊക്കെ നമ്മളൊരു ടോയ്ലറ്റ് തപ്പി എവിടെ പോകും അല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഹോട്ടലിൽ പോവുക അല്ലെങ്കിൽ പമ്പിൽ പോവുക, ഒന്നുമില്ല. കേരളത്തിലെ പൊതുവെ കുറച്ച് ഭേദമാണ് എല്ലാ കാര്യങ്ങളും. മറ്റു സ്ഥലങ്ങളിൽ എങ്ങനെയാണ്? ഭയങ്കര വൃത്തികേടുള്ള സ്ഥലങ്ങളൊക്കെ ഇല്ലേ? ഇല്ലല്ലേ? ഭയങ്കര മോശം. അപ്പോൾ എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? കൂടുതലും പബ്ലിക്, പിന്നെ പമ്പുകൾ, പിന്നെ ടോളുകൾ, അങ്ങനെ ടോളുകളൊക്കെ ഉണ്ടോ? ആവശ്യത്തിന് ടോളുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ പോയാലേ ഏറ്റവും നല്ലപോലെ ടോളുകളിലെ ടോയ്ലറ്റുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന തമിഴ്നാടും ആന്ധ്രയും തെലുങ്കാനയും ആണോ? നല്ല ടോയ്ലറ്റ്. അവിടെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട്. അത് ഒരു നീറ്റുമാണ്, ഒരാളും കാണും അവിടെ ക്ലീൻ ചെയ്യാനും നോക്കാനും ഒക്കെ. അതുകൊണ്ട് അതവിടെ നല്ല, പക്ഷെ വേറൊരിടത്തും അത്ര ഒരു ഇതില്ല. അതുപോലെ നമ്മളൊക്കെ പണ്ട് വാളയാർക്കൂടെയൊക്കെ പോകുമ്പോഴാണ് നമ്മൾ ഈ ലോറിക്കാരെ പറ്റിയുള്ള ഒരു പേടിപ്പിക്കുന്ന ഒരു രൂപം കണ്ടിരുന്നത് അവിടെയാണ്. ഈ ചെളി പിടിച്ച സ്ഥലത്ത് വണ്ടിയെ കൊണ്ട് ദിവസം, അങ്ങനെയൊക്കെ ഇപ്പോഴും ഇന്ത്യയിൽ പല സ്ഥലങ്ങളും ഉണ്ടോ? വണ്ടി ലോറി ചെല്ലുന്ന സ്ഥലങ്ങളെല്ലാം മോശം സ്ഥലങ്ങളാണ്. മാർക്കറ്റ് ഏരിയയും മാർക്കറ്റ് ഏരിയയും പിന്നെ ചെളിയും ഒക്കെ ആയിരിക്കും മിക്ക സ്ഥലങ്ങളിലും. മഴയൊക്കെ ആണെങ്കിൽ പിന്നെ കുളം പോലെ കിടക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളായിരിക്കും കൂടുതലും ലോറി ചെല്ലുന്നത്. മാർക്കറ്റുകളിലാണല്ലോ ചെല്ലുന്നത്. അത് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ അങ്ങനെ മോശമുള്ള സ്ഥലങ്ങളാണ്. ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരാനുണ്ട് കേട്ടോ. റോഡുകൾ നന്നായിട്ട് മാത്രം കാര്യമില്ല, ഇവിടെ സഞ്ചരിക്കുന്നവർക്കുള്ള ടോയ്ലറ്റ് ഫെസിലിറ്റി ഉൾപ്പെടെയുള്ള എല്ലാം. അതിലൊരു കാര്യം എന്നാണെന്നറിയോ, ഇപ്പം നാഷണൽ ഹൈവേ എല്ലായിടത്തും തന്നെ ട്രക്ക് പാർക്കിങ്ങും അവിടെ ഡ്രൈവർമാർക്ക് കിടന്ന് ഉറങ്ങാനുള്ള സൗകര്യം, ഹോസ്പിറ്റല്, വർക്ക്ഷോപ്പ്, ടോയ്ലറ്റ് ഇതെല്ലാം പണിതിട്ടിട്ടുണ്ട്. വർഷങ്ങളായിട്ട് ഓപ്പൺ ചെയ്യാത്ത പോലും ആരും ഉപയോഗിക്കുന്നില്ല.
എങ്ങനെ കാടും പിടിച്ച് എല്ലാ സംസ്ഥാനത്തും ഇന്നടമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ട് പണിതിട്ടുണ്ട്. ഇപ്പം ഡൽഹി ബോംബെ എക്സ്പ്രസ് വേയിൽ വരെ നല്ല അടിപൊളി. അപ്പം അവിടെ പിന്നെ നല്ലപോലെ അങ്ങ് ഫുൾ സിങ് ആയിട്ടില്ല, അതുകൊണ്ടാന്ന് നോക്കാം. ഇനി ആയിടത്തും പണിതിട്ടുണ്ട്, പക്ഷേ ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ തുറക്കാതെ കാടും പിടിച്ച് കിടപ്പുണ്ട്. ഈ ഓടിച്ചാൽ ഏറ്റവും ഗംഭീരമായ റോഡ് ഏതായിരിക്കും? ഗംഭീരമായ റോഡെന്ന് പറഞ്ഞാൽ ഇപ്പം ഡൽഹി ബോംബെ എക്സ്പ്രസ് വേയും കുഴപ്പമില്ല, നാഗ്പൂർ ബോംബെ അത് കുഴപ്പമില്ല. പിന്നെ ഇപ്പം ബോംബെ പൂനെയൊക്കെ പിന്നെ പണ്ടത്തെ ഇപ്പം ആ വഴിയെല്ലാം തിരക്കായി, ഇപ്പം ഇനിയും പുതിയതായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ആന്ധ്രയിലെ ഒരുവിധം വഴികളെല്ലാം നമ്മളിപ്പം ആസാം പോകുന്ന വഴിക്കാണെങ്കിലും എല്ലാം നല്ല ഏറ്റവും ഇപ്പം ഇവിടുന്ന് നമ്മൾ വിജയവാഡയൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാം അടിപൊളി 6 ലൈൻ റോഡാണ്, നല്ല റോഡല്ല. അതുപോലെ ഈ പ്രശ്നബാധിതമായ ചില ഇന്ത്യയുടെ നടുക്കുള്ള സംസ്ഥാനങ്ങളിൽ നക്സൽ ഭീഷണി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ ലോഡ് കൊണ്ട് പോയിട്ടുണ്ടോ? ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. ജാർഖണ്ഡിലൊക്കെ, ഛത്തീസ്ഗഡ് അതൊക്കെ രാത്രിയൊക്കെ പോയി വലിയ അവിടെ അപ്പോൾ ആരെങ്കിലും പോലീസ് പട്ടാള കൈ കാണിച്ച് നമ്മുടെ അടുത്ത് എന്തെങ്കിലും ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടാകാറുണ്ടോ? പോലീസുകാർ അങ്ങനൊന്നുമില്ല. ഞങ്ങളവിടെ ജാർഖണ്ഡ് റായ്പൂർ വെച്ചായിരുന്നു, വഴി തെറ്റി ടൗണിനകത്ത് പോയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഭയങ്കര സെറ്റപ്പ് സാധാരണമായിരുന്നു കേട്ടോ. അവർ വന്ന് ഹൈവേയിൽ ഇറക്കി വിട്ടു, ജ്യൂസൊക്കെ മേടിച്ചുകൊണ്ട് തന്ന് ഭയങ്കര സ്വീകരണമായിരുന്നു. അതുപോലെ ഈ മറ്റേ ശ്രീനഗർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം മലയാളി ആർമിക്കാരൊക്കെ ബ്ലോഗ് കാണുന്ന ഇഷ്ടം പോലെ അപ്പോൾ രാത്രി വണ്ടി ഇട്ട് ഉറങ്ങുമ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് AC ഇട്ടാണോ ഉറങ്ങുന്നത്? എങ്ങനെയാണ്? അല്ല, ഇതിലൊരു ഇലക്ട്രിക് AC ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉറങ്ങുന്ന സമയത്ത് അതിട്ട് ഇലക്ട്രിക് AC എന്ന് വെച്ചാൽ ബാറ്ററിയിൽ നിന്ന് മാത്രം. അപ്പോൾ എക്സ്ട്രാ ബാറ്ററി അതിന് വേണ്ടി മാത്രം വെച്ചിട്ടുണ്ട്? വേണ്ട, ഈ ബാറ്ററി തന്നെ മതി. അപ്പോൾ എത്ര നേരം കിട്ടും? അതൊരു 5-8 മണിക്കൂറൊക്കെ കിട്ടും. ആണല്ലേ? വൈകുന്നേരം ഇപ്പോൾ നമ്മളൊരു 11-12 മണിക്ക് കിടന്ന് രാവിലെ നേരം വെളുക്കുന്നിടം വരെ AC ഇട്ട് അതിൽ മറ്റേ സ്ലീപ്പ് മോഡ് ഇട്ടിട്ട് അത് മതി. ഒരു ടെമ്പറേച്ചർ ഒരു 24-26 ഒക്കെ ഇട്ടിട്ട് അങ്ങനെ നടക്കും. ഓഫ് ആകുമൊന്നുമില്ല. അതിൽ പിന്നെ ബാറ്ററി ഡൗൺ ആയി പോകത്തുമില്ല. അതാണ് അതിൻ്റെ ഒരു ഗുണം. ഇനി അഥവാ ചാർജ് കുറഞ്ഞാൽ AC ഓഫായി പോകും. പക്ഷേ വണ്ടി അന്നേരം സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പവർ ബാറ്ററിയിൽ വെച്ചിട്ടേ ബാക്കി പവർ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് അത് നല്ലത്. ഭയങ്കര ചൂടാണ്, AC ഇല്ലായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടൊക്കെ ഇട്ട് കിടക്കും. ഇപ്പം ഇത് അതുകൊണ്ട് അല്ല, ഈ വണ്ടി ചെല്ലുന്ന എല്ലാ സ്ഥലങ്ങളിലും ഭയങ്കര കൊതുക് ശല്യം ഭയങ്കര, അതൊരു വലിയ പ്രശ്നമാണ്. അപ്പം അതുകൊണ്ട് ഇതുള്ളതുകൊണ്ട് സുഖമാണ്. നമുക്ക് വണ്ടിയുടെ അകം കൂടെ കാണാം അല്ലേ? ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഒരു വീട് തന്നെ എന്ന് വിളിക്കാവുന്ന. എനിക്ക് കയറാൻ പറ്റുമോ? പ്രായമൊക്കെ ആയി. അമ്മ കയറുന്നുണ്ടല്ലോ അല്ലേ? അമ്മ കയറുന്ന കുഴപ്പമില്ല. ഓർത്തിരിക്കണ്ടോ? എന്നോട് ചോദിച്ചേ വന്നപ്പോഴത്തേക്കും ചായ പഞ്ചസാര ഇടാമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഇട്ടോളാം. അതാണ് ഇപ്പോൾ തിരിച്ചടിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങളാരും കാണണ്ടോ, ഞാൻ കയറിക്കോളാം, പിടിച്ചാണേലും വലിഞ്ഞൊക്കെ. യെസ്, പിടിച്ചു. 3 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ശരിയാണല്ലോ. അപ്പം ഇത്രയും ഇപ്പം ഇങ്ങനെ ഇരുന്ന് ഇത്രയും ഹൈറ്റിലിരുന്ന് നമുക്ക് റോഡിലേക്കുള്ള വിഷ്വൽ എന്ന് പറഞ്ഞാലേ നല്ല അടിപൊളിയായിട്ട് അതാണ് നമ്മുടെ വീഡിയോയുടെ ഒരു പ്രത്യേകത. ശരിയാണ്. എല്ലാത്തിൻ്റെ താഴെ മുകളിൽ നിന്നുള്ള ഒരു വ്യൂ ഭയങ്കര രസമായിരിക്കും. ഇതാണല്ലോ നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രിക് AC. അത് എവിടെ നിന്ന് വാങ്ങിച്ചത്? ഇത് ചാലക്കുടിയിൽ ഒരാൾ ചെയ്യുന്നുണ്ടല്ലേ? അത് പൊതുവെ ട്രക്കിലൊക്കെ വെക്കുന്നുണ്ടോ? ഇപ്പോൾ കുറേ എല്ലാം വെക്കുന്നുണ്ട് ഇങ്ങനെ. ശരി. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ കിടക്കാം. പിന്നെ ലോഡും കൂടെ ഉണ്ടെങ്കിൽ വലിയ കുലുക്കമൊന്നുമില്ല. നല്ല വഴിക്ക് പോകുമ്പോൾ സുഖം കിടന്നുറങ്ങാൻ. ചെറിയൊരു കുലുക്കവും ലോഡില്ലെങ്കിൽ കുലുക്കം ഉണ്ടാവും. അല്ലെങ്കിൽ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാം. അതൊരു പ്രത്യേക സുഖമായി ലോറി കിടന്നുറങ്ങാം. അപ്പോൾ ഈ മറ്റേ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാത്ത സമയത്ത് രതീഷ് ഉറങ്ങുമോ ജലജ ഓടിക്കുമ്പോൾ? പകലേ ഫുള്ള് ഷൂട്ടിങ്ങാണ്. ഇതുപോലെ നല്ലപോലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റും. ഞങ്ങൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണിക്ക് തുടങ്ങിയാൽ രാത്രിയിൽ ഒരു 11-12 മണി വരെ ഒരു 5-6 മണിക്കൂറൊക്കെ യാത്രയിൽ ഉറക്കമുള്ളൂ. അങ്ങനെ ചില ദിവസം അതും പറ്റില്ല. ചില ദിവസം അത്രയും കൂടെ ആകുകയില്ല. ചിലപ്പം ബോർഡറോ ചെക്ക് പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലും താമസമൊക്കെ വന്നാൽ അതും അത്രയും കൂടെ ഉറക്കം നടക്കില്ല. പിന്നെ മക്കളൊക്കെ പോവാണെങ്കിൽ എല്ലാവരും കാഴ്ച കണ്ടിരിക്കലാണല്ലോ അല്ലേ? ഉറങ്ങാൻ തോന്നുന്നില്ല, കണ്ടിരിക്കും. അമ്മ വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയായിരുന്നു. അമ്മ അടിപൊളിയായിട്ട്. ഞാൻ കാശ്മീർ പോയപ്പോഴും രാത്രി പോലും എനിക്ക് ഉറക്കം വന്നില്ല. അത് സ്ഥലം കാണാൻ വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ്. ഈ സ്നോയിൽ ഓടിച്ചോ? സ്നോയിൽ ഞങ്ങൾ ലഡാക്ക് പോയപ്പോൾ ഓടിച്ചു. സ്നോയിൽ ഓടിക്കുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ നമുക്ക്. ഒരു എൻഡവർ ആയിരുന്നോണ്ട് കുഴപ്പം വന്നില്ല. മറ്റേ കർദുങ്കല കഴിഞ്ഞിട്ട് ഇറങ്ങി വരുന്നിടത്ത് അവിടെ വരെ മോളാ ഓടിച്ചത്. അന്നേരം ഇവർക്ക് പിന്നെ തലവേദന എടുത്തിട്ട് ഛർദ്ദിച്ചു മോള്. അന്നേരം ഞാൻ ഓടിക്കാൻ കയറി. അവിടെ ഒരു കുറച്ചുകൂടെ ശരിക്കും അവിടെയുള്ള ഇന്നോവ സ്ഥിരം പോകുന്നവരൊന്നും ചെയിനൊന്നും ഇടാതെ പോയത്. ഞങ്ങൾ ചെയിനൊക്കെ ഉണ്ടായിരുന്നു. ചെയിനുണ്ടോന്ന് ചോദിച്ചപ്പോൾ ഇന്നോവക്കാരെന്ന് ചോദിച്ചാൽ
അതൊരു കാര്യമാണ്. ഈ വെളിയിൽ നിന്ന് വരുന്ന വണ്ടിക്കാരോടൊന്നും പറഞ്ഞു കൊടുക്കുക, ഒരു പോലീസുകാരൻ പോലും അവിടെ ഇല്ല. ശരിക്കും അവിടുന്ന് ഒരു കുറച്ച് അപ്പം ഞാനിങ്ങനെ നിൽക്കുന്നു, അപ്പം മുന്നിൽ ഇങ്ങോട്ട് കയറി വരുന്ന ലോറി കയറാതെ അവിടെ നിൽക്കുക. അപ്പം ബ്ലോക്കായിട്ട് വഴി ഇങ്ങനെ ഞാൻ അവിടെ നിർത്തി. എൻ്റെ പുറകിൽ ഒരു ഇന്നോവക്കാരൻ കൊണ്ട് നിർത്തി. അപ്പോൾ ഇന്നോവക്കാരനോട് ഞാൻ ചോദിച്ചു താഴോട്ട് കുഴപ്പമുണ്ടോ ചെയ്യുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ ഒന്നുമില്ല, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ടാക്സി കൊടുത്ത വണ്ടിക്കാരൻ. അത് കഴിഞ്ഞ് വണ്ടി പോയപ്പോൾ ഞാനോട് എടുത്ത് പോക്കണം, ഞാനങ്ങ് എടുത്തു പോയി. ചാലാങ്കോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ താഴെ ഭയങ്കര കുഴി, ഈ സൈഡിലാണ് വണ്ടി കയറാതെ കിടക്കുന്നത്. അവിടെ ഒരു 100-300 മീറ്റർ ഐസിൻ്റെ മുകളിൽ കൂടെ പോകണമായിരുന്നു. എല്ലാവരും പേടിച്ചു, ഞാനും പേടിച്ചു കേട്ടോ. എന്നാന്ന് വെച്ചാൽ ഇത് തെന്നി ഇങ്ങനെ പോകല്ലേ, താഴേക്ക് പോയാണ്ടല്ലോ 40 കിലോമീറ്റർ ഇറങ്ങിയിട്ട് ആ ചുരം തീരുന്നത്. 40 കിലോമീറ്റർ. അപ്പം അതിൻ്റെ മുകളിൽ താഴെ പോയാലത്തെ സ്ഥിതി ഒന്നും ആ 300 മീറ്റർ നല്ലപോലെ പേടിച്ചു. പക്ഷെ വലിയ പ്രശ്നം ഉണ്ടായില്ല, ഈ വണ്ടി ആയതുകൊണ്ട്. നമ്മൾ ഇതിന് ടെറൈൻ മോഡ് ഉണ്ടല്ലോ, ആ മോഡ് ഇട്ട് ഇറങ്ങിയത് കുഴപ്പമുണ്ടായില്ല. ഞാൻ ആദ്യമായിട്ട് ഐസിലോടിച്ച കുഫ്രി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്, ഷിംലയിൽ നിന്ന് കുഫ്രിക്ക് പോവാം. അപ്പോൾ ഒരു ടവേര ഇവിടുന്ന് ഓടിച്ചു പോയതാണ്. അപ്പോൾ അവിടെ വെച്ച് നമ്മൾ സ്ഥലം മനസ്സിലാക്കി തരാൻ വേണ്ടി അവിടുത്തുകാരൻ ഒരാളെ കയറ്റി. അപ്പം സ്നോ ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് ഓടിച്ച് ഞാൻ ഓടിക്കുക, അയാൾ സൈഡിൽ ഇരിക്കുക. ഓടിച്ച് കുറച്ച് സ്നോ കണ്ടപ്പോൾ അയാൾ ചോദിച്ചു സ്നോയിൽ ഓടിച്ച് പരിചയമുണ്ടോ ചോദിച്ചു. ഞാൻ നമ്മളിത് കുറേ വർഷമായി പണി തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പതുക്കെ വണ്ടി കയറ്റി. എവിടെ അത് പഴയ ടവേരയാണ്, സൈഡിലേക്കും അയാൾ പറഞ്ഞു നിർത്ത്. ഞാൻ പറഞ്ഞു ശരി നിർത്താം എന്നൊരു വിളിക്ക് കൊടുത്തു. അങ്ങനെയാണ് എൻ്റെ എല്ലാ പിന്നെ ഒരിടത്തും പോയില്ല. നേരത്തെ ചോദിച്ചില്ലേ, ഇപ്പൊ ഈ പല സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ ഈ ഭാഷ അറിയാത്തവർ പോലും പ്രോഗ്രാം കാണുന്നുണ്ടാവും. ഇപ്പൊ പറഞ്ഞു കേട്ടൊക്കെ ഇല്ലേ, ഇപ്പൊ നമ്മള് ട്രക്ക് ഓടിക്കുന്ന ഒരു സ്ത്രീ ഉണ്ട് കേരളത്തിൽ, അവരുടെ ബ്ലോഗ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഒരു ആദരവ് കിട്ടിയ സംഭവങ്ങളുണ്ടോ? ആദരവ് ഒരുപാടുണ്ട്. ചെല്ലുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ നാസിക്ക് പോയപ്പം അവിടെ മലയാളി സമാജം, പിന്നെ അതുപോലെ സൂറത്തിലെ സമാജക്കാരൊക്കെ ആദരവ് വന്നായിരുന്നു. പിന്നെ അതിലൊക്കെ രസകരമായ ഒരു കാര്യം എന്നാന്ന് വെച്ചാൽ ഞങ്ങള് സത്യമംഗലത്ത് വാഴവിത്ത് കയറ്റാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ നമ്മുടെ വീഡിയോ കാണുന്നവരായിരിക്കും. വണ്ടി 2-3 വണ്ടി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വണ്ടി കണ്ടിട്ട് ഇങ്ങനെ നമ്പർ എടുത്ത് തന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ച് ഒരാൾ ഉച്ചയായപ്പോൾ തൊട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഞാൻ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞ് പുള്ളി അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ഞങ്ങൾ ഒരു തോട്ടത്തിൽ ഇച്ചിരി ഉള്ളിലായിരുന്നു. അപ്പം അവിടെ ലേറ്റായി കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി അവിടെ അടുത്ത ആൾക്കാരുടെ സംസാരിച്ച് ഈ സ്ഥലം മനസ്സിലാക്കിയിട്ട് കാറിന് ഇവരവിടെ വന്നു, ഒരു 3-4 പേര്. കാറ് വന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് വന്നു, കുറേ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് 2-3 കവറൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ആദ്യം എന്നിട്ട് അത് കഴിഞ്ഞ് ചെന്നോട് പറഞ്ഞു 3 മാല മേടിച്ചോണ്ട്, പൂമാല വലുത്, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ ഇടുന്ന സൈസ്. അപ്പോൾ എന്നോട് ഒരെണ്ണം കൊണ്ട് എനിക്ക് കിട്ടും, ഒരെണ്ണം വണ്ടിയെ കെട്ടി, എന്നിട്ട് ഒരെണ്ണം എൻ്റെ തന്നിട്ട് പറഞ്ഞു ജലജയ്ക്ക് ഇടാൻ പറഞ്ഞു. അപ്പം അതിന് ഇന്ന് ഞാൻ ജലജയ്ക്ക് ഇട്ടു, താലി കെട്ടുന്ന പോലെ ഇവർ അങ്ങനെ രണ്ടാമതൊരു കല്യാണം കഴിച്ചു. അത് ഭയങ്കര രസമായിരുന്നു. നമ്മുടെ വ്ളോഗിനകത്ത് വീഡിയോ ഉണ്ടല്ലോ. ഞങ്ങളിതുപോലെ ലണ്ടനിൽ പോയപ്പോഴത്തേക്ക് ഇതുപോലെ സംഭവം, ഞങ്ങൾ ടിബറ്റിൻ്റെ അങ്ങകത്തൊരു ഇന്റീരിയർ സ്ഥലത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോൾ നടന്ന് ചെല്ലുമ്പോൾ കാണുന്ന സീൻ, നമ്മുടെ വണ്ടിയുടെ മുന്നിലൊരു വെളുത്ത ഒരു സാറ്റിൻ തുണി വലുതൊരെണ്ണം ഗ്രില്ലെ കെട്ടി വെച്ചേക്കുക. അപ്പം നമ്മൾ ആരാ കെട്ടിയെന്ന് ചോദിച്ചാൽ നമുക്ക് ദേഷ്യം വന്നു. കാരണം ഇതിങ്ങനെ നമ്മൾ ചോദിക്കാതെ കൊണ്ട് ആരാ ഇത് ചെയ്തത് എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഒരാളിങ്ങനെ നിന്ന് വിറയ്ക്കുന്നുണ്ട്. ഒന്നാമത് ഇംഗ്ലീഷ് അറിയാൻ പറ്റില്ല ഇവർക്കാർക്കും. അപ്പം സുരേഷ് സാർ ആണെങ്കിൽ ഇത് എന്ത് തോന്നിയാസം കാണിച്ചിരിക്കുന്നൊക്കെ ചോദിച്ചാൽ അവിടെ നിന്ന് ഇങ്ങനെ ഇംഗ്ലീഷൊക്കെ ഷൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഒരാൾ സൈഡിൽ നിന്ന് ഇംഗ്ലീഷ് അറിയാവുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു സോറി, അത് ഇവിടുത്തെ ഒരു ആചാരമാണ്. അതായത് നമുക്കൊരു യാത്രാ മംഗളങ്ങൾ നേരുന്ന സാധനം, അത് നമ്മുടെ ഒരു ഐശ്വര്യം, ബുദ്ധിസ്റ്റ് സങ്കല്പം. അത് ഈ പാവപ്പെട്ട മനുഷ്യൻ പൈസയും കൊടുത്ത് ഇത് വാങ്ങിച്ചുകൊണ്ടൊന്ന് കെട്ടി ഞങ്ങളുടെ കാല് പിടിച്ച് സോറിയൊക്കെ ചോദിച്ച് പിന്നെ ഞങ്ങൾ ലണ്ടനിൽ എത്തുന്നവരെ ആ സാധനം അവിടെ ഉണ്ട്. ചെളിയൊക്കെ പിടിച്ചിരുന്നെങ്കിലും നമ്മളിങ്ങനെ കാത്തു സൂക്ഷിച്ച പോലെ നമ്മളിങ്ങനെ കൊണ്ടുപോയി. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പോലും തോന്നില്ല. നമ്മളിപ്പം അങ്ങനെ ഒരു വണ്ടി കണ്ട ഇത് കെട്ടണം എന്നൊക്കെ തോന്നണമെങ്കിൽ എത്ര നല്ല മനസ്സിലായിരിക്കും. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ഒരുപാട് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ യാത്രയിൽ ഒരു കുഴപ്പമില്ലാതിരിച്ചിട്ടാണ് ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല മനുഷ്യരുള്ള ലോകമാണ് ഇപ്പോഴും. പിന്നെ ഈ പറഞ്ഞ പോലെ ലണ്ടനൊക്കെ ഞങ്ങളും വണ്ടി ഓടിച്ചു പോകണമെന്നൊക്കെ ആഗ്രഹം. തീർച്ചയായിട്ടും എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. അല്ല, വളരെ എളുപ്പമായി. ഇപ്പം ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. ഞങ്ങൾ പോകുമ്പോൾ ഇതാരും പോയിട്ടില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് സ്വയം വഴി കണ്ടുപിടിച്ച് പോകേണ്ട ഒരു സ്ഥിതിയുണ്ട്. ഇപ്പം അതിനുശേഷം ധാരാളം ആൾക്കാർ പോയി തന്നെ എല്ലാം ഗൂഗിൾ ലൊക്കേഷൻ മാപ്പൊക്കെ ഇതുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എവിടെ ചെന്നാലും മലയാളികളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. നല്ല രസമായിട്ട് കുടുംബസമേതമുള്ള ഒരു യാത്ര നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇവരെ എല്ലാവരും ഓർമ്മിച്ചേക്കണം. അതുണ്ട്, മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പുത്തേട്ട് ട്രാവൽസിൻ്റെ ഈ പറഞ്ഞ സ്ത്രീജനങ്ങളുടെ ട്രക്കിൻ്റെ ഉൾഭാഗം.
ഇതിനകത്ത് കയറി ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ തോന്നുന്നുണ്ട്. നല്ല കംഫർട്ടബിൾ, നല്ല രസമായിട്ടുണ്ട്. ഇതിന്റെ ഈ സീറ്റ് നേരെ ആക്കി വെക്കാവുന്നതാണല്ലോ അല്ലേ? ഇത് നടക്കത്തില്ല. ഇല്ല, ഇവിടെ തന്നെയാ. അല്ല, ഇത് നമ്മളിങ്ങനെ ചെയ്താ ഇവിടെ ഇങ്ങനെ സാധാരണ വരുന്നതെന്ന് വെച്ചാൽ 2 പേർക്ക് ഇരിക്കാവുന്ന ഇങ്ങനെ ചാരുള്ള ഒരു സീറ്റാ. അപ്പോൾ ആ സീറ്റ് മാറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഇത്രയും പേർക്ക് കിടക്കാൻ പറ്റുമല്ലോ, ഇതിങ്ങനെ ഫുള്ള് ബെഡാക്കിയേക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്നാന്ന് വെച്ചാൽ ഇതിനടി സ്റ്റോറേജാ, അവിടെയൊക്കെ സ്റ്റോറേജാ ഇതിനടിയിലും. അത് കമ്പനി വരുന്ന തന്നെ. അപ്പോൾ ഇത്രയും ഫ്ലാറ്റായിട്ട് ഇങ്ങനെ ഇട്ടുമ്പോൾ കിടന്ന് ഉറങ്ങാൻ സൗകര്യമുണ്ട്. ഞാൻ വിചാരിച്ചു ഇതിന്റെ ചാരുന്ന ഭാഗം മടക്കി ഇങ്ങനെ വെച്ചേക്കുന്ന. അപ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് അല്ലേ? കസ്റ്റമൈസ്ഡ് ആയിട്ട്. അത് നമ്മൾ ചെയ്താ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും സ്പേസ് കിട്ടും, നല്ല സൗകര്യമുണ്ട്. പിന്നെ ഇതിനകത്ത് ലൈലൻഡ് വണ്ടിയൊക്കെയാണ് ഇതിനകത്ത് വെച്ച് ഫുഡ് വയ്ക്കാം. ഇതിനകത്ത് വെച്ച് ഫുഡ് വയ്ക്കാനുള്ള സൗകര്യം. മഴയൊക്കെ വരുമ്പോൾ ഇച്ചിരി പാടാ, അതേ ഉള്ളൂ. അത് വെളിയിൽ ഇറങ്ങിയിരുന്ന് വേണം. കാണാനില്ല, അതൊരു സൈഡ് നിർത്താൻ പോലും സ്ഥലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ അല്ലേ പലയിടത്തും. ഉള്ളിടത്തും വെയിലായിരിക്കും ഭയങ്കര. അങ്ങനെ ചെറിയ പ്രശ്നങ്ങളുണ്ട്, വേറെ കുഴപ്പമില്ല.